നമസ്കാരം. ആർട്ടിക്കിൾ 90ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഷെഫ് സുരേഷ് പിള്ളയാണ്. ഷെഫ് പിള്ള എന്ന് മലയാളികൾക്ക് സുപരിചിതനായ ഷെഫ് സുരേഷ് പിള്ളയാണ് ഇന്ന് അതിഥിയായി എത്തുന്നത്. സ്വാഗതം സർ. നമസ്കാരം. ഷെഫ് സുരേഷ് പിള്ള, ഷെഫ് പിള്ള എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഷെഫ് പിള്ള എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായി മാറി. ഈ ഷെഫ് സുരേഷ് പിള്ളയുടെ തുടക്കം എവിടെയാണ്? തുടക്കം എന്ന് പറയുന്നത്, ഞാനൊരു കൊല്ലത്താണ് എൻ്റെ വീട്. അപ്പം കൊല്ലത്ത് ചവറ തെക്കുമ്പ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ജനിച്ചു. സാധാരണ ഒരു ഫാമിലിയിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി ട്രൈ ചെയ്തു. പക്ഷെ അത് മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റാണ്ട് ഒരു ജോലി വേണം, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു 17ാമത്തെ വയസ്സിൽ ഈ ഒരു മേഖലയിലേക്ക് അവിചാരിതമായിട്ട് എത്തപ്പെട്ടതാണ്. അല്ലാതെ ഒരു ഷെഫ് ആവണം എന്നൊരിക്കലും അറിയില്ല. ഷെഫ് എന്താണെന്ന് പോലും അറിയില്ല. ആഹാരം ഇഷ്ടമാണ്, എല്ലാവരെയും പോലെ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നു, ഒരു വെയിറ്റർ ആവുന്നു. അവിടെ നിന്ന് പിന്നെ ഈ ഒരു താല്പര്യം, അവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭക്ഷണവും കാര്യങ്ങളും അടുക്കളയൊക്കെ കണ്ടപ്പം അതിലേക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് അടുക്കളയിലേക്ക് കയറി. എക്സ്ട്രാ ടൈമിൽ രാവിലെ മുഴുവൻ ഈ വെയിറ്റർ ജോലിയും, വൈകുന്നേരം ഇടയ്ക്ക് ഈ ബ്രേക്ക് സമയത്ത് റൂമിലൊന്നും പോകേണ്ട, ഷെഫുമാരുടെ കൂടെ നിന്ന് പഠിച്ച് അങ്ങനെ നമുക്ക് ഇതൊരു വലിയൊരു തൊഴിൽ സാധ്യതയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയെന്ന്. അപ്പോൾ പിന്നീട് പക്ഷേ ഔപചാരികമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ ഉള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ പിന്നീട് ഓരോരുത്തർ ഇങ്ങനെ ട്രൈ ചെയ്ത് ഒരു 30 years ആയിട്ടുള്ള ഒരു കരിയറാണ്. അങ്ങനെയാണ് ഇതായത്. 30 വർഷം ഈ പറയുന്നത് പോലെ. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ക്യുസീൻ, ഇപ്പോഴത്തെ ക്യുസീൻ ഒന്നാമത്തെ കാര്യം, മലയാളിക്ക് എല്ലാ ടേസ്റ്റും ഇപ്പോൾ ഇഷ്ടമാണ്. കാരണം പല സ്ഥലത്തേക്കും പോയി കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്യുസീനും ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ക്യുസീനൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് തന്നെ BHM എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫീ കൊടുത്തിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്, മറ്റ് പല സ്റ്റേറ്റ്സിലും പോയിട്ട് പോലും കേരളത്തിൽ നിന്ന്. അപ്പോൾ ഈ പറയുന്ന മറ്റ് പല ക്യുസീൻസും, എന്തായാലും ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ ഞാൻ ഈ ക്യുസീൻസിലൊക്കെ എക്സ്പേർട്ട് ആയിരിക്കണമെന്ന് സ്വാഭാവികമായിട്ടും തോന്നൂലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെയൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് മറികടന്നത്? അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ ബിരുദ പഠനവും, ഒരു 1 year, ഒരു 6 മാസം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും, പിന്നെ ഒരു 6 മാസം ഓൺ ദ ജോബ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഒരാൾ ഈ മേഖലയിലേക്ക് എത്തേണ്ടത്. ഏറ്റവും താഴെ ഒരു ഷെഫ് ആകുമ്പോൾ ഏറ്റവും ഒരു കോമി തേർഡ് എന്നാണ് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പൊസിഷൻ്റെ പേര്. ഏറ്റവും ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 5 വർഷത്തെ പഠനവും കാര്യങ്ങളും, വ്യത്യസ്തമായ ക്യൂസിൻ, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഷെഫ് മാത്രമല്ല, ഒരു ഹോട്ടലിൻ്റെ മെയിനായിട്ടുള്ള ഫ്രണ്ട് ഓഫീസ്, അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ്, അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ F&B സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടാണ് ഒരാൾ ഒരു വർഷത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് വരിക. അപ്പോൾ ആ രീതിയിൽ വരികയും ഇൻ്റർനാഷണൽ ക്യൂസിൻസും കാര്യങ്ങളുമൊക്കെ പല രീതിയിൽ നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന നിലയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഒരു സൗത്ത് ഇന്ത്യൻ ഷെഫ് എന്ന ലേബലിൽ, അല്ലെങ്കിൽ ഒരു കേരള ഷെഫ് എന്ന നിലയിൽ ഇപ്പോൾ ഒരു ലോകമൊക്കെ മാറി റീജിയണൽ ക്യൂസിനായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ഫുഡ് എന്ന് മാത്രത്തിൽ ഒറ്റ ലേബലിൽ, പക്ഷേ ഇന്ത്യ എത്രമാത്രം വ്യത്യാസമാണ്. ഇപ്പോൾ പഞ്ചാബി ക്യൂസിൻ, അപ്പോൾ ഗുജറാത്തിൽ തന്നെ സ്പെഷ്യാലിറ്റി ക്യൂസിൻ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രൻ ക്യൂസിൻ, അങ്ങനെ ഒരു സ്റ്റേറ്റിലെ തന്നെ ഡിഫറെൻറ്റ് ക്യൂസിനൊക്കെ സ്പെഷ്യലൈസ്ഡ് റെസ്റ്റോറൻറ്റ്സുകൾ വരുന്നു. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി, അപ്പോൾ ഒന്നും ഒരിക്കലും ഒരാൾക്ക് ഒറ്റ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ലൈഫ് ടൈമിലൊന്നും പഠിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ, ഡോക്ടേഴ്സൊക്കെ പറയത്തില്ല, ഓർത്തോപീഡിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യലൈസ് പോകുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജപ്പാനീസ് ക്യൂസിൻ, അങ്ങനെ മെഡിറ്റേറിയൻ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം, നേരത്തെ അപർണ പറഞ്ഞ പോലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. നമുക്കറിയാം, കേരള ഭക്ഷണം മാത്രം ഉണ്ടായിരുന്നിടത്ത് ചൈനീസ്, ഇൻഡോ ചൈനീസ് വന്നു, അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യൻ ഫുഡ് വന്നു, പിന്നെ പിസ്സ, പാസ്തയൊക്കെ വന്നത്. ഇപ്പം കംപ്ലീറ്റ് ഒരു അറബിക് ക്യൂസിനോടുള്ള പ്രേമം എവിടെ നോക്കിയാലും നമുക്കറിയാം. മന്തി, അൽഫാം, അത് ആൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണ്, അല്ല വെറുതെ കൊണ്ടുവന്നൊരു റെസ്റ്റോറൻറ്റ് കൊണ്ടുവരികയല്ല. അപ്പോൾ ഈ ഭക്ഷണം മലയാളികൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ അതിനൊരു മാർക്കറ്റ് ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു കേരള ഭക്ഷണം. അതിനകത്ത് തന്നെ വലിയൊരു സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ്. ഇപ്പം ഒരു ചെറിയ ഒരു സംസ്ഥാനം, സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഒക്കെ വരും, തെലുങ്കാന ഉൾപ്പെടെ ഇപ്പോൾ വന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളത്തിനകത്ത് തന്നെ എത്രമാത്രം വ്യത്യസ്ത ഫുഡാണ്. ഇപ്പോൾ ഈ മലബാർ ക്യൂസിനോ, അല്ലെങ്കിൽ സെൻട്രൽ കേരളയോ, അല്ലെങ്കിൽ ഈവൻ ട്രാവൻകൂർ ഫുഡ്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റാത്തത്ര വ്യത്യസ്തമായ ഭക്ഷണ രീതികളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക, അല്ലാതുള്ള കാര്യങ്ങളിൽ കൂടുതൽ വീണ്ടും പഠിക്കുക. മറ്റ് ക്യൂസിനകത്ത് എന്തൊക്കെ നമ്മുടെ ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ് പല രാജ്യങ്ങളിലും, അവിടുത്തെ ഭക്ഷണ രീതികൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അത് കണ്ടതിന് ശേഷം അതെങ്ങനെ നമ്മുടെ നാടൻ ഫുഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ഒരു സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി,
എല്ലാത്തിലും രാഷ്ട്രീയമുള്ള നാടാണ്. കാരണം ഭക്ഷണത്തിലെ രാഷ്ട്രീയം പോലും വളരെ സൂക്ഷ്മമായി നോക്കുന്ന ഒരു നാടാണ് കേരളം. പ്രത്യേകിച്ച് ഇപ്പോൾ ബീഫൊക്കെ വലിയ രീതിയിൽ വിവാദമാകുന്ന സമയത്ത് ഇവിടെ കേരളം വലിയ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. ഈ ഭക്ഷണത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താണ് ഷെഫ് പിള്ളയുടെ അഭിപ്രായം? ഒരിക്കലും ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ചോയ്സ്, നമ്മുടെ ഇഷ്ടം, നമ്മൾ എവിടെ ജനിച്ചു വളരുന്നു, അവിടുത്തെ ഭൂപ്രകൃതിയിൽ എന്തൊക്കെയാണ് വിഭവമായിട്ട് കിട്ടുക, ഇതൊക്കെ ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഒരു മലയാളി ഈ പറഞ്ഞ പോലെ ബീഫ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ മത്സ്യമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു മലയാളി മെക്സിക്കോയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ മകൻ കുറേ വർഷം കഴിഞ്ഞ് അവൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ, പക്ഷേ അവർ മലയാളി തന്നെയാണ്. ഒരിക്കലും ചിലപ്പോൾ ഈ കേരള ഭക്ഷണം ഇഷ്ടപ്പെടണമെന്നില്ല. അവിടുത്തെ അവരുടെ ചുറ്റുപാട്, അവിടെ ജനിച്ചു വളർന്ന അവരുടെ കൂട്ടുകാരോടൊപ്പം കഴിച്ച ഭക്ഷണം അത് അവരുടെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അത് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തെങ്ങും ഇതുപോലുള്ള മത്സ്യവിഭവങ്ങളും തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള എല്ലാത്തരം കറികളിനകത്ത് നമ്മൾ തേങ്ങ ഒരുപാട് ഉപയോഗിക്കുന്നു. മറ്റ് ഇന്ത്യയിലൊന്നും ആരും ഇത്ര മാത്രം തേങ്ങ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ടോ? മനുഷ്യർക്ക് എന്താണോ ഏറ്റവും ഇഷ്ടം അവരുടെ ഒരു ചോയ്സിന് വിടുക. അപ്പോൾ കേരളം മാത്രമാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തരം മത്സ്യമാംസങ്ങളും ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന, ഒരു വിലക്കൊന്നുമില്ല. ഇപ്പം പോത്തായാലും അല്ലെങ്കിൽ ഇപ്പം പോക്കായാലും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളമാണ്. അപ്പം അത് ഇന്ത്യയിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ബാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർക്കൊന്നും പ്രശ്നമല്ല. അവരുടെ എന്താണോ ഏറ്റവും ഇഷ്ടം അത് അനുസരിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരിക്കലും ഒരാളുടെ ചോയ്സിലേക്ക് നമ്മളാരും ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കയറി ഇടപെടുന്നതിൻ്റെ അല്ല. വിശ്വാസപ്രകാരം നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരെ കഴിപ്പിക്കുക. അതിനകത്ത് ആഹാരം, നമ്മളിടുന്ന വസ്ത്രം പോലാണ്. ചിലർ എന്തെല്ലാം തരം വസ്ത്രങ്ങൾ ഇടുന്നു, അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ ആവശ്യം എന്താണ്? അവരുടെ ചോയ്സ്, അവരുടെ ഹാപ്പി, അവരുടെ കംഫർട്ട് ഇത് വെച്ചിട്ടാണ് വസ്ത്രവും ഭക്ഷണവും സംസാരവും ഭാഷയും ഏത് തരം സുഹൃത്തുക്കളെ കണ്ടെത്തണം എന്നൊക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ അത് ഓരോ വ്യക്തിയുടെ ഏറ്റവും മിനിമം ഒരു കാര്യമാണ്. അതിനകത്ത് ആരും കയറി ഇടപെടേണ്ട കാര്യമില്ല. ഇതൊക്കെ ലീഗലായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊട്ടക്ഷനായിട്ട്, നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ആയിട്ട് ചില പക്ഷികൾ അല്ലെങ്കിൽ ചില മൃഗങ്ങളെ വേട്ടയാടരുത് അല്ലെങ്കിൽ അതിനെ ഭക്ഷ്യയോഗ്യമാക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഒരു ലോ ഓഫ് ലാൻഡ് പാലിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ലീഗലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഭക്ഷണമുണ്ട്, അതിനകത്ത് ആരും കയറി റെസ്ട്രിക്ഷൻ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത്. പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 2018 മുതലാണ് ഈ ബീഫ് ബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു തുടങ്ങിയത്. പക്ഷെ മറ്റൊരു രാജ്യത്തും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിന് ബാൻ അങ്ങനെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇല്ലില്ല. അതിപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ അവർ കഴിക്കാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മറ്റൊരാൾ കഴിക്കേണ്ട എന്ന് പറയുന്നില്ല. ഞാനിപ്പോൾ കൂടുതലും വർക്ക് ചെയ്ത യൂറോപ്പിലാണ്. അപ്പോൾ അവിടെ എല്ലാത്തരം മാംസങ്ങൾ, അതുകൂടാണ്ട് ഈ പറഞ്ഞ നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബാൻ എന്ന് വെച്ചാൽ ലീഗലി നേരത്തെ പറഞ്ഞ പോലെ മൃഗങ്ങളില്ലേ, അപ്പോൾ അതൊരു സീസണിൽ അവിടെ അലൗഡാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഗെയിം മീറ്റ് എന്നാണ് പറയുക, ഗെയിം സീസണാണ്. ഒരു നവംബർ മുതൽ ഒരു ഫെബ്രുവരി കാലഘട്ടത്തിൽ. അപ്പോൾ അവർക്ക് ലൈസൻസ് ഉള്ളവർക്ക് പോയി ഇതുപോലെ വൈൽഡ് ബോർ അല്ലെങ്കിൽ ഈ പറയുന്ന വേട്ടയാടി അപ്പോൾ അത് നമുക്ക് ലീഗലി നമുക്ക് വാങ്ങിച്ച് നമ്മുടെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഗെയിം സീസണിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വരെ ഉണ്ട്. വെടിയിറച്ചി എന്ന് പറഞ്ഞ സാധനമാണ് ഗെയിം മീറ്റ് എന്നാണ് പറയുക. അപ്പോൾ അതിനകത്ത് എന്ത് തരം പക്ഷികൾ അത് അവർ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇത്ര തരം ബേഡ്സിനെ നിങ്ങൾക്ക് അത് ഗൺ ഷോട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം, അതുപോലെ പലതരം മൃഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ ആ ഒരു സീസൺ സമയത്ത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ മെനുവിലിടാം. അതൊരു സീസണിൽ മാത്രം ഗവൺമെൻറ് ആയിരുന്നു. അതാ പറയാം. അപ്പം ഭക്ഷണത്തിന് അങ്ങനെ ഒരു ആളുകളുടെ ഇഷ്ടമാണല്ലോ. നമുക്കൊരു രുചിയുള്ളൊരു ഭക്ഷണം, ഇപ്പം നമുക്കൊരു രാവിലെ ഒരു കപ്പയും അല്ലെങ്കിൽ ഒരു മീൻകറിയും ഒരു മലയാളിക്ക് ഏറ്റവും ഇഷ്ടമാണ്. രാവിലെ ഉച്ചയ്ക്ക് ചോറും ഒരു തോരനും അവിയലോ അല്ലെങ്കിൽ ഒരു പൊരിച്ച മീൻ സാമ്പാർ അല്ലെങ്കിൽ ഒരു മീൻകറി, ഒരു ചെമ്മീൻ കറിയൊക്കെ കൂട്ടി മലയാളി കഴിക്കുക വെച്ചാൽ അവൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അതാണ്. നേരെ മറിച്ച് അതൊരു US ഒരാൾക്ക് ചിലപ്പോൾ അയാൾക്കൊരു ബർഗർ ആയിരിക്കും, അതിൻ്റെ കൂടെ നല്ലൊരു ചിപ്സ് ആയിരിക്കും, അയാൾക്ക് ഏറ്റവും ഹാപ്പി ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഓരോ വ്യക്തിക്ക് എന്താണോ, നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആസ്വദിക്കാനും പഴയ പോലെ അടിമത്തോ അല്ലെങ്കിൽ ആരുടെയും നിയമം പാലിച്ച് രാജാവിൻ്റെ കീഴിലൊന്നും അല്ല. അപ്പോൾ സ്വതന്ത്രമായ രാജ്യത്ത്, ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്ത് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ ഇഷ്ടം, അവൻ്റെ ഹാപ്പിനെസ്, ആ ഇൻഡിവിജ്വൽ വ്യക്തിക്ക് മറ്റൊരാൾക്ക് ദോഷമാവുന്ന രീതിയിലല്ലാത്ത എല്ലാ ഹാപ്പിനെസ്സിനും ആരും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുന്നതാണ് എൻ്റെ ഒരു. ഇപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക വേദികളിലൊക്കെ ഇപ്പോൾ ഷെഫ് പിള്ള വളരെ സജീവമാണ്. കലോത്സവ വേദി ആണെങ്കിലും കേരളീയം ആണെങ്കിലും ഒക്കെ ഷെഫ് പിള്ള ഈ വേദികളിലൊക്കെ കണ്ടിരുന്നു. യെസ്, അത് ഒരു ഭയങ്കര ഒരു സന്തോഷം. ഞാനിപ്പോൾ ഇംഗ്ലണ്ടിൽ
2005 പോയ ഒരാളാണ്. അപ്പോൾ എൻ്റെ കുടുംബമായിട്ട് എൻ്റെ കുട്ടികൾ അവിടെ ജനിക്കുന്നു, അവരവിടെ പഠിക്കുന്നു. അപ്പോൾ അന്നൊരു 2018 ഞാനൊരു തീരുമാനം എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് വരാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരാളും ഇംഗ്ലണ്ടിൽ നിന്നൊന്നും തിരിച്ചു വരില്ല. ഭാര്യയ്ക്ക് അവിടെ ജോലി, കുട്ടികൾ അവിടെ പഠിക്കുന്നു, എനിക്ക് നല്ലൊരു കരിയർ, നല്ലൊരു വലിയൊരു ബ്രിട്ടീഷ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു 40-42 വയസ്സ്. അപ്പോൾ ആ ഒരു ടൈമിലൊന്നും ആരും നാട്ടിലേക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. അപ്പം ആ ഒരു കൺട്രിയിൽ നമ്മൾ സെറ്റിലായി ഒരു ജീവിതത്തിൻ്റെ ഈ കുറേ വർഷങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ബലമൊക്കെ കിട്ടിത്തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു കേരളത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം, നമ്മുടെ ഭക്ഷണം ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഇത് എന്തെങ്കിലും ആ ഒരു മലയാളിയുടെ ഭക്ഷണം നമ്മൾ അതിൻ്റെ ഒരു രാജ്യങ്ങളെല്ലാം പോയി പലതും കഴിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മുടെ ഭക്ഷണത്തിൻ്റെ മേന്മ തിരിച്ചറിയുക. അപ്പോൾ അതെന്തായാലും ഒരുപാട് ലോകങ്ങളിലേക്ക് എത്തണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കരുതി ഒരു 2 വർഷത്തേക്ക് കേരളത്തിലേക്ക് വന്നാലോ, നോക്കാം. അത് നോക്കി നടന്നില്ലെങ്കിൽ തിരിച്ചെപ്പോൾ വേണേലും പോവാം, നമുക്ക് അവിടെ ഒരു സിറ്റിസൺ ആണല്ലോ. അപ്പം അങ്ങനെയൊക്കെ തീരുമാനിച്ച് 2018 വരികയും. പക്ഷെ ഞാൻ ചിന്തിച്ചതിന് അപ്പുറമുള്ള ഒരു സംഭവമാണ്. ഞാൻ കരുതി ഒരു വർഷം കൊണ്ട് ചിലപ്പം ഈ 10-15 വർഷമൊക്കെ നമ്മൾ യൂറോപ്പിലൊക്കെ ജോലി ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയാൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. പ്രൊഫഷണലിലുണ്ടാവും, പേഴ്സണൽ ലൈഫിലുണ്ടാവും, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഞാനൊരു ചാൻസ് എടുത്ത് വന്നതാണ്. അപ്പോൾ ആ വന്നപ്പം ബേസിക്കലി നല്ലതായാൽ ഒരു 2 വർഷം നിൽക്കാം, എന്നിട്ട് തിരിച്ചു പോവാം. പക്ഷെ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര ഒരു കേരളത്തിൽ അങ്ങനെ ഒരു ഷെഫ് ആ ഒരു രീതിയിൽ ആരും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ സ്വീകരിച്ചു. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം നമ്മളെ ഫ്രം ദ ഡേ 1 മുതൽ കിട്ടുകയും അതിൻ്റെ ബലമാണ് ഒരു കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ 4 വർഷം ജോലി ചെയ്യും. 2 വർഷം മുമ്പ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നു. ഫസ്റ്റ് വിത്തിൻ ആദ്യത്തെ വർഷം തന്നെ 3 റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റി. ഇന്റർനാഷണലി ഇരിക്കുന്ന ലാമറിഡിയൻ ഉൾപ്പെടെ അതൊരു ആദ്യത്തെ സംഭവമാണ്. മാരിയറ്റ് പോലെ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ ഔട്ട്സൈഡ് ആയിട്ടൊരു കേരള റെസ്റ്റോറൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം. കുക്കിംഗ് മാത്രമല്ല, ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പെരുമാറ്റം, നമ്മൾ ഇടപെടുന്ന രീതി, വരുന്ന കസ്റ്റമറോടാണെങ്കിൽ പോലും ഇപ്പോൾ പലപ്പോഴും പല വീഡിയോസിൽ അല്ലെങ്കിൽ പല ആളുകൾ പറയുന്നത് ഷെഫ് പിള്ളയുടെ ഒരു പെരുമാറ്റം കൂടിയുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കാത്ത, BHM ഗ്രാജുവേഷൻ ഇല്ലാത്ത ഷെഫ് പിള്ള എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? അതൊരു ഭയങ്കര ഒരു പറഞ്ഞ സത്യമാണ്. അതിഥി സൽക്കാര മേഖല എന്നാണ് ഹോസ്പിറ്റാലിറ്റിയുടെ മലയാള പദം. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു അതിഥി എങ്ങനെ സ്വീകരിക്കുന്നു അതേ തന്മയത്തോടെ, അല്ലെങ്കിൽ അത് ഗസ്റ്റ് ഈസ് ഗോഡ് എന്ന്, അല്ലെങ്കിൽ അതിഥി ദേവോ ഭവ എന്നാണ് നമ്മുടെ പഠിച്ചതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു വീട്ടിൽ നമ്മളൊരു അതിഥിയെ എങ്ങനെ സ്വീകരിക്കുക, അതൊരു ബിസിനസ്സിലായാലും ആ ബിസിനസ് മാറ്റിവെച്ചാൽ ഒരു ഗസ്റ്റാണ്, അവർ നമ്മളെ തേടി വരുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊരു സാധാരണ അല്ലെങ്കിൽ റോഡിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനായിക്കോട്ടെ, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അതിസമ്പന്നനായിക്കോട്ടെ, എൻഡ് ഓഫ് ദി ഡേ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു മീല് കഴിച്ചാൽ ഇവരുടെ സന്തോഷം ഏകദേശം ഒന്ന് തന്നെയാണ്. അതിനകത്തൊരു ക്ലാസ്, ക്രീഡ്, സെക്സ് അല്ലെങ്കിൽ ആണോ പെണ്ണോ എന്നുള്ള ഒരു വ്യത്യാസമില്ല. ഒരു ഭിക്ഷക്കാരനും ഒരു മൾട്ടി ബില്യണയറും ആഹാരം രുചിയുള്ള ഭക്ഷണം കഴിച്ചാലുണ്ടാവുന്ന ഫീൽ, ആ എക്സ്പീരിയൻസ് സെയിമാണ്. അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ ആ ഒരു നല്ലൊരു ഇടപെടൽ കൂടി. ഇപ്പം നമ്മുടെ അമ്മയുടെയൊക്കെ ഭക്ഷണം എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഒരു ഹോട്ടലിൻ്റെ കണക്കല്ല, വീട്ടിലൊക്കെ ലിമിറ്റഡ് ആയിട്ട് ഇച്ചിരി സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അത് വെച്ച് അവരുണ്ടാക്കുന്ന ഒരു ഭക്ഷണം നമുക്ക് ഇത്രമാത്രം ഇഷ്ടം തോന്നുകയും ഒരു 5 ദിവസം ദൂരെ എവിടെയെങ്കിലും പോയാൽ അയ്യോ എനിക്ക് വീട്ടിൽ പോയി അമ്മ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് കൊതിക്കുന്നത്, അവരാ ഒരു സ്നേഹം കൂടെ ചാലിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം വിളമ്പുമ്പം ഒരു നമ്മളോട് സംസാരിക്കുകയും, അല്ലെങ്കിൽ നല്ല മോനെ ഇത് കഴിക്കുക, അല്ലെങ്കിൽ മോളെ ഇത് കഴിക്കുമെന്ന് പറഞ്ഞ് വിളമ്പി തരികയും കൊണ്ട് പ്ലേറ്റിലൊക്കെ വെക്കുമ്പോൾ നമുക്കുണ്ടാവുന്നില്ല. അതല്ലാതെ ഒരു നോർമലി കറി ഉണ്ടാക്കി ഒരു ചോറും കറിയും നല്ല കുറേയൊക്കെ വെച്ചിട്ട് ഒരു ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് നമ്മൾ തന്നെ എടുത്ത് കഴിക്കുന്ന ഒരു മൂഡും, ഒരാൾ വിളമ്പി തരുമ്പയും അല്ലെങ്കിൽ ഒരു വർത്തമാനം പറഞ്ഞ് സ്നേഹത്തോടെ ഇതിലൂടെ തരട്ടെ അല്ലെങ്കിൽ ഒരു അപ്പം കൂടി തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. മുഖ്യമന്ത്രിയുടെ ടേസ്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ രീതി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇതേപോലെ സമാധാനപ്രിയനായിട്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ സുരേഷ് ഗോപി സാറ് വളരെ സമയമെടുത്ത് മെല്ലെ ആസ്വദിച്ച് കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം പിണറായി സാറ് ആ ഒരു ഗണത്തിൽ ടൈം എടുത്ത് മെല്ലെ അതിനകത്ത് യാതൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അധികം സംസാരിക്കില്ല, അതിനകത്ത് നോക്കി ഓരോ കറിയുടെ രുചി നോക്കി കഴിച്ച് ഇങ്ങനെ വർത്തമാനം പറയാതിരുന്ന് കഴിക്കുന്നതാണ്. ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മീൻകറി, മത്സ്യക്കറി ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഒരു കണ്ണൂരുകാരനാണ്, അവിടെ ഒത്തിരി കോസ്റ്റൽ ഇത് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ വീട്ടിൽ എപ്പോഴും നല്ല മീൻകറി ഒരേ രീതിയിൽ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഷെഫിനൊക്കെ എനിക്കും പരിചയമുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മീൻകറിയൊക്കെ കൂട്ടി ആഹാരം കഴിക്കുന്നതാണ് ഇഷ്ടം. ഏറ്റവും നല്ല കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഷെഫിലൊക്കെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച കോംപ്ലിമെന്റ് എന്താണ്? എനിക്കങ്ങനെ അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ. ഈ 30 ഇയേഴ്സിൻ്റെ കരിയറിൽ ഒത്തിരി വിശിഷ്ട വ്യക്തികൾ അല്ലാതെ ഒത്തിരി ആൾക്കാർ, സാധാരണ മനുഷ്യരെല്ലാവരും നമ്മളെ പല വട്ടമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ
ആഹാരം കഴിച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടും. ചിലപ്പം രുചിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ വിളമ്പുന്ന രീതിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമായിരിക്കും. പല രീതിയിലുള്ള ഇഷ്ടപ്പെടുന്ന ഒരുപാട് അഭിനന്ദനങ്ങൾ എനിക്ക് നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സംഭവം വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്, ഞാൻ ഈ ഒരു റെസിപ്പി കഴിഞ്ഞ 2 വർഷമായിട്ട് മനോരമ ആഴ്ചപ്പതിപ്പിലൂടെ എഴുതുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കും, അവിടുന്ന് കത്തുകളൊക്കെ വരും, അതൊക്കെ നമ്മൾ അറിയും. പക്ഷേ ഇന്നലെ ഈ 2 ദിവസം മുമ്പ് ഒരു ജയിൽ പുള്ളി, അദ്ദേഹം മോഷണ കേസിൽ പലതവട്ടം ജയിലിൽ പല കേരളത്തിലൊക്കെ വരികയാണ്. പക്ഷേ അദ്ദേഹം ഈ റെസിപ്പി എല്ലാ ആഴ്ചയിലും കണ്ടിട്ട് അദ്ദേഹം മോഷണം നിർത്തി ഇനി വരുമ്പോൾ പുറത്തിറങ്ങിയാൽ ഒരു ഷെഫായിട്ട് മാറണം, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജയിലിനുള്ളിൽ. അത് ഭയങ്കര എന്നെ ഒരു ഇൻസ്പയർ ആക്കി. ഇങ്ങനെയൊക്കെ ഒരാൾ മോഷണം ആണ് അല്ലെങ്കിൽ മോഷണ കേസിൽ പ്രതിയായിട്ടുള്ള പല ജയിലുകളിലും കിടന്ന ഒരാൾ ഇത് മാറ്റിയിട്ട് ഇനി ഒരു നല്ല വഴിക്ക് വരുമെന്ന് പറയാം. അത് ഈ ഭക്ഷണത്തിൻ്റെ ഇത് അതെൻ്റെ ഏറ്റവും വലിയ ഒരു പ്രിയപ്പെട്ടായിട്ട് മാറിയിട്ടുണ്ട്. ശരി, ഈ ഷെഫ് പിള്ളയ്ക്ക് രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത് ആരും ചോദിച്ചിട്ടില്ല. ഞാനൊരു SFI പ്രവർത്തകനായിരുന്നു സ്കൂളിൽ പഠിച്ച സമയത്ത്. അങ്ങനെ അതൊക്കെ ആയി. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം 16ാമത്തെ വയസ്സിൽ ഞാൻ ഈ ജോലിയിൽ ഇറങ്ങി. ജോലിയിൽ ഇറങ്ങുമ്പോൾ പിന്നീട് നമുക്ക് ഒരിക്കൽ പോലും കേരളത്തിൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പിന്നീട് വെയിറ്ററാണ്, കിച്ചണിലാണ്. അപ്പോൾ ഈ ഇലക്ഷൻ സമയത്തിനൊക്കെ നമുക്ക് ജോലിയാണ്. അപ്പോൾ ഇറങ്ങാനോ അല്ലെങ്കിൽ 90 hours ആ ഒരു ടൈമിൽ 93 കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഒരിക്കൽ പോലും അപ്പം സ്കൂളിൽ മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ള SFIക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബാലസംഘം പ്രവർത്തകനായിട്ട് തുടങ്ങി SFI. അങ്ങനെ SFI കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രവർത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ പലവട്ടം ബാംഗ്ലൂരിലും മറ്റു സ്ഥലത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ കേരളത്തിലൊക്കെ ഇലക്ഷൻ സമയത്തൊക്കെ കാണുമ്പോൾ വരണം, വോട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇതുവരെ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ 2005 ഇംഗ്ലണ്ടിലേക്ക് പോന്നു. അവിടെ പൗരത്വം കിട്ടുന്നു. പിന്നീട് തിരിച്ചറിയുന്നു ഇനി ഒരിക്കലും എനിക്ക് ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഓക്കെ, നമുക്കൊരു വോട്ടിംഗ് അവകാശമില്ലാത്ത ഒരാളാണ്. അപ്പം ആ ഒരു രീതിയിൽ മൊത്തത്തിൽ രാഷ്ട്രീയം എന്ന നിലയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ കുറേ രാജ്യങ്ങളൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ കുറേ ബെറ്റർ ആയിട്ടുള്ള രാജ്യങ്ങൾ ഗവൺമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ പിന്നെ ഒരു പാർട്ടിയോട് മാത്രമായിട്ടൊരു അനുഭൂതി ഇല്ലാതായി. പിന്നെ എന്താണ് ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും നല്ലത്, അല്ലെ ആ ഒരു സമൂഹത്തിന് ഏറ്റവും നല്ലത്, അവിടെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി, അവിടെ കൂടുതൽ ബിസിനസ് കൊണ്ടുവരിക. എപ്പോഴും ഒരു ബിസിനസ് ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഫണ്ട് താഴോട്ട് എത്തുമ്പോഴാണ് സാധാരണ മനുഷ്യരിലേക്ക് എല്ലാ ദിവസവും അവർക്ക് ക്രയവിക്രയം ചെയ്യാനായിട്ട് പണം എത്തുമ്പോഴാണ് ആ ഒരു സമൂഹം മൊത്തത്തിൽ വരിക. അല്ലാതെ മേലെയുള്ള കുറേ ആൾക്കാരുടെ അല്ലെ മേലെ തട്ടിലുള്ള കുറേ ആൾക്കാരുടെ കയ്യിൽ കുറേ പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം അവരുടെ സ്പെൻഡിങ് വേറെ രീതിയിലാണ്. സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഒരു 500 രൂപയോ 1000 രൂപയോ സമ്പാദിക്കുന്ന ഒരു ദിവസക്കൂലിക്ക് സമ്പാദിക്കുന്ന ആൾക്ക് നിത്യവും തൊഴിൽ കിട്ടിയാൽ അയാൾക്കൊരിക്കലും സേവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അത്യാവശ്യമുള്ള മരുന്ന് വാങ്ങിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാ ദിവസവും മീനും ചോറും അരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാൾ 90% ഇൻകം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ അവർക്ക് നിത്യവും തൊഴിൽ കിട്ടണമെങ്കിൽ അവിടെ ബിസിനസ് വേണം. അപ്പോൾ ആ രീതിയിൽ ഏത് ഗവൺമെൻറ്സ് ആണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് എൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ബേസിക്കലി ഇപ്പം ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ വരുമ്പോൾ എല്ലാത്തരം പാർട്ടി, ഇപ്പോൾ BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇടതുപക്ഷം ആയിക്കോട്ടെ, ഇവരെല്ലാവരുമായിട്ടും ഭയങ്കര നല്ല ഒരു ഇതിലാണ്. എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഇവരൊക്കെ ഓരോ രീതിയിൽ അവരുടെയൊക്കെ ഏറ്റവും ഏതെങ്കിലുമൊക്കെ ബെസ്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും നല്ലത് ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അല്ല, പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പാർട്ടിയുടെ അനുഭവം ഉണ്ടെന്ന് ഓപ്പണായി പറയുന്നത് ഒരു ത്രെട്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ നിലപാടുകൾ പറയുന്നത് ഭയങ്കര എന്ത് പറഞ്ഞാലും അതിനൊരു 2 തരം അല്ലെങ്കിൽ 3-4 തരത്തിലുള്ള ഹേറ്റേഴ്സ് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഓപ്പണായിട്ട് ആരും ബിസിനസ് ഉള്ളവർ അപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ബിസിനസ് വരുന്നത് ആരും ഇപ്പോൾ പറയാറില്ല. അപ്പോൾ അവരാരും എല്ലാം ഉള്ളിൽ ഒതുക്കിയല്ല അവരുടെ നിലപാടുകൾ പോലും പറയാറില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള സമയത്ത് ആളുകളെ ടാഗ് ചെയ്ത് അല്ലെങ്കിൽ ഓക്കെ ഇയാൾ ഇന്ന ആളാണ്, ഇയാൾ ഇന്ന ആ ഒരു അജണ്ട വെച്ചിട്ട് വേണമെങ്കിൽ ആളുകളെ ജഡ്ജ് ചെയ്യുന്നൊരു കാലഘട്ടം കൊണ്ടാണ്. അതുകൊണ്ടായിരിക്കാം ഈ ബിസിനസ് ഉള്ളവരൊന്നും കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് എല്ലാവരുമായിട്ടൊരു ഫ്രണ്ട്ലി മാനർ, ഡിപ്ലോമാറ്റിക് വിൻ സിറ്റുവേഷൻ എന്നൊക്കെ പറയും ബിസിനസ്സിൽ. അപ്പോൾ ആ രീതിയിലുള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഞാനും ഇപ്പോൾ എനിക്കൊരു റീസൺ ഉണ്ട്. ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ അനുഭാവിയായിട്ട് ഇരുന്നിട്ട് ഇന്ത്യയിൽ എനിക്കൊരു വോട്ട് പോലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇല്ല, അവകാശമില്ല, വോട്ടിംഗ് ഇല്ല. എനിക്ക് ഇതുവരെ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇനി വോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഇപ്പൊ പറഞ്ഞല്ലോ 1993 ഈ പറയുന്നത് പോലെ ഹോട്ടൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയവും ഈ കാലവും തമ്മിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ്? ഇന്ത്യൻ ഹോട്ടൽ ബിസിനസ്, ഹോട്ടൽ ഇൻഡസ്ട്രി ഒരുപാട് മാറ്റം ഉണ്ടായി. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ
നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാവരും അറിഞ്ഞായിരിക്കും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുള്ളൊരു സംസ്ഥാനമായിട്ട് കേരളം മാറി. 46 ഹോട്ടൽസ്. അത് ഗോവയാണ് തൊട്ട് താഴെ. പിന്നീട് വലിയ ഇപ്പം മുംബൈ അല്ലെ മഹാരാഷ്ട്ര പോലെയൊക്കെയുള്ള വലിയ അല്ലെ ഡൽഹിയൊക്കെ പോലെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഇന്ത്യയിൽ ആദ്യം എത്തുന്ന, അവിടെ പോലും ആ ഒരു സംസ്ഥാനത്തിന് ഇല്ലാത്ത പോലുമായ ഈ നേരത്തെ പറഞ്ഞ ചെറിയ സംസ്ഥാനമായ കേരളത്തിലുണ്ട്. അത് പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ എണ്ണം. അതിനേക്കാൾ ഉപരിയായിട്ട് 4 സ്റ്റാർ ഉണ്ട്, 3 സ്റ്റാർ ഉണ്ട്, ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കേരളം ടൂറിസത്തിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വലിയൊരു കേരളത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 93 കാലഘട്ടത്തിലൊക്കെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന് വെച്ചാൽ നമ്മുടെ ITDCയുടെ ഹോട്ടലായ അശോകയായിരുന്നു കോവളത്ത്. പിന്നീട് താജ് മലബാർ. 2 പഞ്ചനക്ഷത്ര ഹോട്ടലുള്ളത് 20 വർഷം കൊണ്ട് 46ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പർ, അത് ഭയങ്കര വലിയൊരു ഗ്രാഫാണ്. അതിന്റെ അർത്ഥം കേരളത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടി അത്രയും അപ്പായിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു 46 പഞ്ചനക്ഷത്ര ഹോട്ടലും ഈ പറഞ്ഞ അതർ ഹോട്ടലൊക്കെ വരണമെങ്കിൽ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ, ഒരു ഹോട്ടൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള ഒരു കാര്യമല്ല. 5 സ്റ്റാർ കാറ്റഗറിയിൽ അത്രയും അതിൻ്റെ പ്രൊസീജിയേഴ്സും അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഫിറ്റായാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പഞ്ചനക്ഷത്രം അല്ലെ 5 സ്റ്റാർ ആയിട്ട് കിട്ടുക. അപ്പോൾ ആ രീതിയിൽ കേരളം പോലൊരിടത്ത് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. 46 ഇത് ഇനി ചിലപ്പോൾ അതും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്, ഇപ്പോൾ ലേ മെറിഡിയൻ വന്നിട്ടുണ്ട്, ഹയാത്ത് വന്നിട്ടുണ്ട്, മാരിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തരം ബ്രാൻഡും കേരളത്തിലേക്ക് എത്തി. ശരിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്രമേൽ വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ ഏറ്റവും മിനിമം ഒരു 15 വർഷം മുമ്പാണെങ്കിൽ പോലും BHM പഠിക്കുമ്പോൾ ദേഹണക്കാരനാണ് ഇതായിരുന്നു ഈ ഒരു ജോലിക്ക് ഉണ്ടായിരുന്ന ഒരു ഇപ്പൊ എന്ത് പഠിക്കുമെന്ന് ചോദിച്ചാൽ BHM അവൻ ലക്ഷങ്ങൾ മുടക്കിയാണ് അത് പഠിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു കോഴ്സിനെ പോലെ തന്നെയാണത്. പക്ഷെ ദഹനത്തിനല്ലേ പോകുന്നത്, അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യത്തിൽ നിന്ന് ഇപ്പം മാറിയിട്ടുണ്ടോ കാര്യങ്ങൾ? ഒരുപാട് മാറ്റം. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇപ്പോഴും ഒരു ഷെഫ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ദേഹണ്ണക്കാരൻ, പാചകക്കാരൻ, കുശിനിക്കാരൻ, വെപ്പുകാരൻ, പൊറോട്ടയടി, ചായയടി, ഇതായിരുന്നു ഒരു കാറ്റഗറി. ഒരു മാർക്കറ്റിൽ, വിവാഹ മാർക്കറ്റിൽ പോലും ഈ ഒരു മേഖലയിലുള്ളവർക്ക് ഒരു പ്രാധാന്യമില്ലായിരുന്നു. അപ്പോൾ എത്ര വലിയ ഇതിനൊരു പാഷനായിട്ടുള്ള ഫാമിലിയിൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കാൻ വന്നാലും പാരൻസ് പോലും, എനിക്കിപ്പോൾ നിത്യവും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യും, ഷെഫെ എനിക്കിതായിരുന്നു ആഗ്രഹം, വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരാലിനെ നിർബന്ധിച്ച് എഞ്ചിനീയറിംഗിനാക്കി അല്ലെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വരുന്ന മെസ്സേജുകളൊക്കെ ഒരുപാട്. പക്ഷേ അത് ഒരുപാട് മാറ്റം. ഉസ്താദ് ഹോട്ടൽ സിനിമയുടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദുൽഖർ ഒരു ഷെഫായിട്ട് വന്നപ്പോൾ അതൊരു ഭയങ്കര ഒരു യൂത്തിന് ആ ഒരു വർഷമാണ് ഏറ്റവും കൂടുതൽ പുതിയ ഹോസ്പിറ്റാലിറ്റി കോളേജുകൾ കേരളത്തിലൊക്കെ വന്നത്. അത്രമാത്രം കുട്ടികളുടെ ഒരു ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയി ഉസ്താദ് ഹോട്ടൽ. അതൊരു സിനിമയിലേക്ക് വരുമ്പോഴാണല്ലോ ആളുകൾ കൂടുതൽ അത് കാണുക. പക്ഷെ അതിന് ശേഷം ഇപ്പം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഇപ്പോൾ ഒരു ഷെഫ് പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇത് ഈസിയാണ്, ഇപ്പം ഇങ്ങനെ വരും. പക്ഷെ അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് എത്രയോ പേര് ഇങ്ങനെ ഈ മേഖലയിലേക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഇതിന്റെ സാധ്യതകൾ എന്നെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എത്താൻ പറ്റിയാൽ ഇതിന്റെ കുറച്ചെങ്കിലുമൊക്കെ അവർക്ക് എത്താൻ പറ്റുമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ആ രീതിയിൽ ഈ ഒരു മേഖലയിൽ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ഉണ്ടായിട്ടുണ്ട്. ഷെഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാചകിക്കുന്നത് ഒരു കലയാണ്, അല്ലെങ്കിൽ അത് എല്ലാവർക്കും പറ്റിയൊരു പണിയല്ല. അതിനകത്ത് ഒരുപാട് സ്കില്ലുള്ള ഒരു സംഭവമാണ്. ക്ഷമയോടുകൂടി തുടർച്ചയായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ഇതിനകത്ത് ഒരു നൈപുണ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഷെഫായിട്ട് മാറാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഷെഫ്സിനെയൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി. മറ്റു രാജ്യങ്ങളിലൊക്കെ ഷെഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റുള്ളൊരു ജോലിയാണ്. അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോയാൽ നിങ്ങളൊരു യുവർ ഷെഫ് എന്ന് പറയുമ്പം ഒരു കുക്ക്, നമ്മളെ കുക്കിൽ നിന്ന് മാറിയിട്ടാണ് ഒരാൾ ഷെഫ് ആവുക. കുക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രം ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി. ഒരു ഷെഫ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് അതിൻ്റെ ഒരു പാക്കേജാണ്. അതിൻ്റെ ഒരു മാനേജ്മെന്റ്, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം, അതിൻ്റെ മെനു എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയണം, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാം കൂടെ അറിയുന്നവരാകുമ്പോഴാണ് ഒരു കുക്കിൽ നിന്ന് ഷെഫിലേക്ക് എത്തുക. അപ്പോൾ ആ രീതിയിൽ ആ ഒരു പൊസിഷനിൽ വരുന്ന ഒരു ഭയങ്കര ഫാഷനബിൾ ജോലി, ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പോകാൻ പറ്റുന്ന, അപ്പോൾ ലോകത്ത് എത്രയോ സെലിബ്രിറ്റി ഷെഫുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത്രയും സോഷ്യൽ മീഡിയ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ മേഖലയില്ല. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറാണ്, അയാൾക്ക് എന്താണ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുക? വരുന്ന പേഷ്യൻസിന്റെ ഫോട്ടോ എടുത്തിടാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സർജറിയുടെ ഫോട്ടോ എടുത്തിടാൻ പറ്റില്ല. ഒരു ഷെഫിനെ സംബന്ധിച്ച് അയാൾക്ക് 100 കണക്കിന് കണ്ടന്റുകൾ ഡെയിലി ചെയ്യാൻ പറ്റും. അവർക്ക് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം, റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് ഒരു ഷെഫിനും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുമാണ്. ഈ ഫുഡ് വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് പലപ്പോഴും പല ഫുഡ് വ്ളോഗേഴ്സും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വാങ്ങുന്നുണ്ട്. പെയ്ഡ് ഫുഡ് വ്ളോഗിങ് നടക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ പറയുന്ന ഫുഡ് വ്ളോഗിങ് അല്ലെങ്കിൽ ഈ ഫുഡ് വ്ളോഗേഴ്സ് എന്ന് പറയുന്ന സംവിധാനം അത് ശരിയാണ്? ഫുഡ് ബ്ലോഗിങ് ഒരു നല്ലൊരു സംവിധാനമാണ്. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ ഈ പെയ്ഡായിട്ട് വരികയും അല്ലെങ്കിൽ ഇത് കാണുന്ന അവരുടെ ഒരു എല്ലാവർക്കും ഇപ്പോൾ ഒരു മൈക്രോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ വലുതായിട്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം പ്രത്യേകിച്ച് അത് വലിയൊരു മേഖലയായിട്ട് മാറി. അപ്പോൾ അതിന് സാധ്യത ഭയങ്കരമാണ്.
അപ്പോൾ അതിനെ ഇപ്പം എനിക്കൊരു 10,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 1,00,000 അല്ലെങ്കിൽ 1,000,000, അപ്പോൾ അവരോട് നമുക്കുള്ള ഒരു ആത്മാർത്ഥത നമ്മൾ എന്തിനും ഉണ്ടായിരിക്കണം. അപ്പോൾ അവരെ നമുക്കൊരു പണം കിട്ടി എന്ന് കരുതി അവരെ മിസ്ലീഡ് ചെയ്യുന്നൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരിക. അപ്പം എന്നെ ഒരു 10,000 പേര് നിങ്ങളെ ഫോളോ ചെയ്യണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു മലയാളി ഒരാളെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യില്ല. അത്രയും ഒരു ഈഗോയൊക്കെ ഉള്ളവരാണ് എല്ലാവരും. അപ്പം നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളെ എന്തോ ഒരു ഇഷ്ടം കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന എന്തോ കാര്യമാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇതുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവർക്കറിയാം, ഇപ്പോൾ ഒരു ഫുഡ് ബ്ലോഗർ നേരത്തെ ഇപ്പോൾ അവിടെ വരികയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ കെയർ ഉണ്ടാവും. അവരുടെ ഫുഡ് കുറച്ചുകൂടെ വളരെ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കും. ആ ഷെഫിന് നേരത്തെ അറിയാം ഇത് ഫുഡ് ബ്ലോഗറാണ്, ബ്ലോഗ് ചെയ്യാണ്, ചിലപ്പോൾ അതൊക്കെ കൊടുക്കും. പക്ഷേ അത് കണ്ടിട്ട് അത് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വിവരണങ്ങൾ കേട്ടിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യൻ പണം കൊടുത്ത് കഴിക്കാൻ വരുമ്പം അതിൻ്റെ ആ രീതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നവും ഒരു ഡിസപ്പോയിൻമെൻറ്റും ആ ബിസിനസ്സിനെ തന്നെ ബാധിച്ചേക്കാം ആക്ച്വലി നെഗറ്റീവായിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഫുഡ് ബ്ലോഗിങ്ങിലുണ്ട്. അപ്പോൾ നിങ്ങളതൊരു പെയ്ഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നല്ലത് പറയുക. ഇനി അതല്ല മോശമാണെന്ന് തോന്നിയാൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു ബിസിനസ്സിനെ നശിപ്പിക്കേണ്ട, അവരവരുടെ പാട്ടിന് പോട്ടെ. അപ്പോൾ ആ രണ്ട് രീതിയുണ്ട്. ഇപ്പോൾ ബിസിനസ് നിങ്ങൾ ഒരിടത്തൊരു ഭക്ഷണം കഴിച്ചു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ, പണം വാങ്ങിയാലും വാങ്ങിയില്ലാലും പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ് ഞാൻ ഈ പറയുന്ന ഭക്ഷണം ഇവിടെ വന്ന് കഴിച്ച അല്ലെങ്കിൽ അയാൾ വിശദീകരിച്ച സർവീസും ആ ആംബിയൻസും ആ ഫുഡും അത് എല്ലാം കൂടെ ഒരു 90% അല്ല 80% മാച്ച് ചെയ്താൽ ഓക്കെയാണ്. അല്ലാതെ പുള്ളിക്കറിയാം ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്, ബേസിക്കലി അവിടെ തുറന്നില്ല, ബിസിനസ്സിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നത് നിങ്ങളുടെ ആരാധകരോട് അല്ല നിങ്ങളെ ഫോളോ ചെയ്തവർ, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തവരോട് ചെയ്യുന്ന ഒരു ചതിയാണ്. ആ രീതിയിലാണ്. അപ്പം നിങ്ങൾ പോയി കഴിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ട് പറയാതിരിക്കുക. കാരണം കൂടുതൽ അയാളുടെ ബിസിനസ്സിനെ വേസ്റ്റ് ആക്കാതിരിക്കുക. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പറയും. ഇപ്പം നിങ്ങൾ ഇതേപോലെ ചില നല്ല ഫുഡ് ബ്ലോഗേഴ്സിന് എനിക്കറിയാം, അവർ പോയി ഇതേപോലെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പണമൊക്കെ പറയും. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ അവർ പറയും, ചേട്ടാ സോറി എനിക്കിത് പറയാൻ പറ്റില്ല, എനിക്ക് പണം വേണ്ട, ഞാൻ കഴിച്ചിട്ട് പോയി, ഞാൻ മോശവും പറയുന്നില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഇതാണ്. പിന്നെ ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടുക, നല്ല ഭക്ഷണം എവിടെ ഉണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും ഒരു ടൈം, ഇപ്പോൾ ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ നേരത്തെ പറയുമ്പോൾ ഒരു സിനിമ കാണുന്ന അല്ലെങ്കിൽ അതിനേക്കാളുപരി നല്ല ഭക്ഷണം തേടിപ്പോയി എവിടെയെങ്കിലും ഉണ്ട്. ഇന്നൊരു സ്ഥലത്ത് ഒരു ചെറിയ കടയാണ്, അവിടെ 20 വർഷമായിട്ട് അവരിങ്ങനെ ഒരു ഫാമിലിയായിട്ട് ഉച്ചയ്ക്ക് ഊണും ചോറും മീൻകറിയും നല്ല അടിപൊളി അവിടുത്തെ ലോക്കൽ ഫിഷൊക്കെ വെച്ചിട്ട് അത് കേൾക്കുമ്പോൾ ഒരു ഭക്ഷണപ്രേമിക്ക് ഒരു ഫുഡി ആയിട്ടുള്ള ആൾക്ക് കൊതി വരും, അയാൾ പോവും. അപ്പോൾ അതൊരു നല്ലൊരു പ്രവണതയാണ്. നമ്മളെ കൂടുതൽ വിവരങ്ങൾ അറിയാം. അല്ലാതെ എനിക്കറിയാവുന്ന കുറേ റെസ്റ്റോറൻറ്റ് ഞാൻ മാത്രം പോയാൽ പോരല്ലോ. അത് ആ ഒരു രീതിയിൽ അതിനെ ഒരു എത്തിക്സ് ആയിട്ട് ചെയ്താൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ എത്തിക്സ് ഇല്ലാതെ പല കാര്യങ്ങളും ചില സമയങ്ങളിൽ നടക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ഫുഡ് ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഇത് ഒരു റെസ്റ്റോറൻറ്റ്, ഇപ്പോൾ എൻ്റെ ഒരു ഷെഫ് പിള്ള എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എനിക്കൊരു റീച്ച് ഉണ്ടായത് എനിക്ക് അത്രയും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ബിസിനസ്സിൽ ഇനിയത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ പാർട്ടാണ്. പിന്നെ ഡിജിറ്റൽ മീഡിയ അത്രമാത്രം വളർന്നു കഴിഞ്ഞു. ഇനിയൊരു പരമ്പരാഗതമായ ടി വിയിലെ പോയിരുന്ന ഒരു യങ്സ്റ്റർ, അതായത് ഈ ഇനിയത്തെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു 14 മുതൽ ഒരു 20 വയസ്സിന് താഴെയുള്ളവരാണ്. പണ്ടൊക്കെ ഒരു 35 വയസ്സിൽ ശമ്പളം കിട്ടി അവരാണ് തീരുമാനിക്കുക ഈ മാർക്കറ്റിൽ എന്ത് നടക്കണം, ഏത് സിനിമയെ കാണും. ഇപ്പോൾ അത് വളരെ ഏജ് ഗ്രൂപ്പ് താഴോട്ട് പോയി. അപ്പോൾ അവരൊരിക്കലും പത്രത്തിലോ അല്ലെങ്കിൽ ടി വിയിലോ ഇരുന്ന് സമയം കളയുന്നവരല്ല. അവരെപ്പോഴും 100% മൊബൈലിലാണ്. അവർ മാത്രമല്ല ലോകം മുഴുവനുള്ളത്. അപ്പം അവരിലേക്ക് ഈ ഒരു പുതിയ ഡിസിഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള അവർ തീരുമാനിക്കുന്ന ഒരു 2 ലക്ഷം പേര് മലയാളികൾ, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, അവർ ഒരുമിച്ചൊരു ഗ്രൂപ്പാണ്. അവരുടെ ഒരു ഇൻട്രസ്റ്റ്, അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് ഇനി ഉണ്ടാവുക. അപ്പോൾ അവരിലേക്ക് അത് എത്തുക എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങും അത് ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ തന്നെയാണ്. അപ്പോൾ ഏതൊരു ബിസിനസ്സിനും ഇനിയത്തെ കാലത്ത് മുന്നോട്ട് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാർക്കറ്റിംഗ് 1 or 2 അല്ലെങ്കിൽ വളരെ റയറായിട്ട് ചിലപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ഒരു ബ്രാൻഡിന് ഒരു പരസ്യത്തിൻ്റെ പോലും ആവശ്യമില്ലാതെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എനിക്കിപ്പം കുറേ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വളരും തോറും ചിലപ്പോൾ മാർക്കറ്റിംഗ് ഇതിൽ കൂടുതൽ ചെയ്യേണ്ടി വന്നേക്കാം. 30 വർഷത്തെ കരിയറിൽ ഏറ്റവും അധികം ടെൻഷനോടുകൂടി പലർക്ക് വേണ്ടിയും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടി ഇതിപ്പോൾ ഇഷ്ടപ്പെടുവോ, ഏതെങ്കിലും തരത്തിൽ പാളിപ്പോകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ടെൻഷനോടുകൂടി ആർക്കെങ്കിലും വേണ്ടിയിട്ട് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുണ്ടായിട്ടുണ്ട്. എപ്പോഴും അത് ചില സമയങ്ങളിൽ നമുക്ക് തോന്നും എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ്. കാരണം ഈ ഭക്ഷണം എന്ന് പറഞ്ഞത് നമ്മൾ എത്ര റെസിപ്പി അറിയാം, നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും ആ ഒരു ദിവസത്തെ മൂഡ്, ആ ദിവസം വരുന്ന ഇൻഗ്രീഡിയൻസ്, ആ സമയത്ത് നമ്മളുടെ ഒരു പേഴ്സണൽ മൂഡ്, നമ്മൾ എത്ര ഹാപ്പിയാണ്, ആ ഒരു ടീം വർക്ക് ആകുമ്പോൾ ആ ടീമിൻ്റെ ഒരു ഇതെല്ലാം
എൻഡ് പ്രൊഡക്റ്റിനെ തീർച്ചയായിട്ടും ബാധിക്കും. നിങ്ങൾക്ക് ഒരു ഫാക്ടറി പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല ഒരിക്കലും. ഒരു റെസിപ്പി 200 ഗ്രാം തക്കാളി, 100 ഗ്രാം മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എന്നൊക്കെ അളവുണ്ടാവും. അത് പക്ഷേ ഇട്ട് ഒരുമിച്ചിട്ട് ഇളക്കി നമ്മളൊരു വേറൊരു ആലോചനയിൽ അതിനകത്ത് ആ സ്പൈസ് ഇടുമ്പോൾ നമുക്ക് ആ ഓരോ സമയത്ത് ആ എണ്ണ ചൂടാവുന്ന സമയത്ത് കൃത്യമായിട്ട് ഇടണം. അല്ലെങ്കിൽ ആ കടുക് എണ്ണ കൃത്യമായിട്ട് ചൂടാവുമ്പോൾ തന്നെ കടുക് ഇടുക, ആ കടുക് ഇട്ടതിന് ശേഷം ഉലുവ ഇടുക, ഉലുവ ഒന്ന് ചുമക്കുമ്പോൾ തന്നെ ഉള്ളി ഇടുക. അപ്പോൾ ഇതൊക്കെ ആ ഒരു എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ കണ്ട് മനസ്സിലാക്കി ആ സമയത്താക്കി ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്താലും ഇടയ്ക്ക് നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഓ ഇത് ശരിയായോ എന്നുള്ളത്. പക്ഷേ ശരിയായ പോലും വലിയ ഒരു ഫുഡ് ക്രിട്ടിക്, ഭക്ഷണത്തെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ നല്ലതാണെങ്കിലും അതിൻ്റെ തെറ്റ് കൃത്യമായിട്ടൊക്കെ തിരിച്ചറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ രവിപിള്ള സാർ നമ്മുടെ അതുപോലെ അവരങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ ഫ്രഷ് ഭക്ഷണം മാത്രം കഴിക്കുന്നതാണ്. കാരണം ഇപ്പം ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ ഒരിക്കലും ഒരു ഫ്രോസൺ ഫുഡോ അല്ലെങ്കിൽ ഒരുപാട് നേരം ശീതീകരിച്ച് വെച്ച സാധനങ്ങളോ ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ്, നല്ലതരം മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ച് സ്ഥിരം കഴിക്കുമ്പം അവർക്കൊരു ഇത്തിരി പുറമുള്ളതായാലും തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും, ഒരു ദിവസം പഴകിയ മത്സ്യവും കഴിക്കാം, ഫ്രീസറിൽ വെച്ച ചിക്കൻ ആയാലും കഴിക്കാം. അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ഫ്രഷ് ആയിട്ട് ഇന്ന് പിടിച്ച മത്സ്യം ഇന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ച് വർഷങ്ങളായിട്ട് കഴിക്കുന്ന ആൾക്ക് ഒരു ദിവസം ഫ്രിഡ്ജ് വെച്ച മത്സ്യം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവരതിൻ്റെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. കാരണം അവർക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ പഴകിയത് കഴിച്ചിട്ടേ ഇല്ലല്ലോ. അവരുടെ വീട്ടിലെപ്പോഴും ഏറ്റവും മികച്ച ഭക്ഷണമാണ്. അവർ ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുന്നു. അപ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ അവർക്ക് നമ്മളുണ്ടാക്കുമ്പോൾ ഒരു ദിവസം പഴകിയതാണെങ്കിൽ ആ മൂക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ പറയും, ചില ആൾക്കാർ പറയും ഇത് പഴകിയ മീനാണ്. അതൊരു സാധാരണ ഇപ്പോൾ അപർണയ്ക്ക് അത് തരുവാണെങ്കിൽ അത്രയ്ക്ക് ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് പഴകിയതാണ്. ഒരു 1 ഡേ ഐസൊക്കെ ചെയ്ത് എന്നാൽ ഹൈജീനായിട്ടുള്ള സംഭവം 1 ഡേ കിട്ടിയ മത്സ്യം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചതിന് ശേഷം ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കി തന്നാൽ ഒരു ഭൂരിപക്ഷം പേർക്കും അത് മനസ്സിലാവില്ല. പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളവർക്ക് ഇത് ഫ്രിഡ്ജ് വെച്ചതാണെന്ന് കൃത്യമായിട്ട് പറയും, ഇത് ഐസ് ഇട്ട മത്സ്യമാണെന്ന് കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. എപ്പോഴെങ്കിലും വല്ല പരീക്ഷണങ്ങളും പാളിപ്പോയിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മളത് ഇപ്പോൾ ചെയ്യുമ്പോൾ ഒരു റെസിപ്പി അങ്ങനെ പാളിപ്പോ ഇതൊരു എൻഡ് പ്രൊഡക്റ്റിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്യും, പുതിയ ഐഡിയാസ് കാണും. ഇപ്പോൾ ഒരു ഭക്ഷണം ഒരിടത്ത് ചെല്ലുമ്പോഴായിരിക്കും, ഇത് കൊള്ളാലോ ഈ മെത്തേഡ്, എന്തുകൊണ്ട് നമ്മുടെ നാടൻ കോഴിക്കോറ് ഈ രീതിയിൽ ഉണ്ടായിക്കൂടാ എന്ന് തോന്നുമ്പോൾ നമ്മൾ പരീക്ഷിക്കും. അപ്പോൾ ചിലപ്പോൾ അത് കറക്റ്റ് ആവില്ല. പിന്നീട് വീണ്ടും ചെയ്യുമ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ടാവും. പിന്നീട് ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്ത് ഒരു SOP ആക്കി ഒരു ഫൈനൽ റെസിപ്പി ആയിക്കഴിഞ്ഞാൽ പിന്നീട് പാടില്ല. അത് നമ്മുടെ ഒരു അനുഭവജ്ഞാനം കൊണ്ടും ആ ഒരു സ്കിൽ സെറ്റ് കൊണ്ടും ഓരോ ഷെഫും നേടിയെടുക്കും. അതൊരു നിങ്ങളിപ്പോൾ എത്രയോ വേദികൾ ആദ്യമൊക്കെ ഇന്റർവ്യൂ ചെയ്യും. ഇപ്പോൾ ഏതൊരാളെ കിട്ടിയാലും ഏത് മൊമെന്റിലും ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്കൊരു 1 hour അവരെ എങ്ങനെ വേണമെങ്കിലും പറയാം. അത് നമ്മളെ അത് പരിചയം കൊണ്ടും സ്കില്ല് കൊണ്ടും നേടിയെടുക്കുന്നതാണ്. അതുപോലെയാണ് ഭക്ഷണത്തിന്. ഷെഫ് പിള്ളയുടെ വിജയത്തിന്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ ഒരു ചിന്തയിൽ ശരിക്കും ഇത് തുടങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇനിയൊരു ഇപ്പം ബാക്കിയെല്ലാം ആയല്ല. കാരണം ഞാൻ ചെയ്ത ആ ഒരു ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ഒരു 10 വർഷം ഭയങ്കര കഠിനാധ്വാനം ചെയ്തു. അതിനുശേഷം മികച്ച അതിൻ്റെ ആദ്യത്തെ 10 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം എനിക്ക് നെക്സ്റ്റ് 10 ഇയറിൽ കിട്ടി. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ആദ്യത്തെ റിസൾട്ട് ഒന്നും നോക്കരുത്. ഒരു തുടർച്ചയായിട്ട് ഒരു 5 ഇയർ കൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ഇപ്പം എനിക്ക് 30 വർഷമായപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ബാക്കോട്ട് നോക്കിയാൽ ഓരോ 5 വർഷത്തെ ഗ്രാഫ് കാണുമ്പോൾ അറിയായിരുന്നു ഇങ്ങനെ മേലോട്ട് പോയത്. അപ്പോൾ ആദ്യത്തെ 10 ഇയേഴ്സ് കിട്ടിയതിൻ്റെ എഫർട്ട് 20 ഇയേഴ്സിൽ വന്നു. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഇത് വന്നു ഒരു എന്റർപ്രണറായിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഷെഫ് എന്ന നിലയിൽ ഐ എം വെരി ഹാപ്പി, സാറ്റിസ്ഫൈഡ്. എനിക്ക് ഇനി ആരെയും അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട, ഞാൻ കുക്ക് ചെയ്യാൻ അറിയാവുന്നോ അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ഷെഫ് എന്നതില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു റോള് ഒരു എന്റർപ്രണറാണ്. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി മാറി, എൻ്റെ ചിന്ത മാറി, എൻ്റെ വിഷൻ മാറി, മിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മിനിമം ഒരു പീരീഡ് കൊടുക്കണം, ഒരു 10 വർഷമെങ്കിലും. അപ്പോൾ ബാക്കിയെല്ലാം അനുഗ്രഹിച്ച് എൻ്റെ ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നെക്സ്റ്റ് 10 ഇയേഴ്സ് ഒരു എന്റർപ്രണറായിട്ട് നിന്നാൽ ചിലപ്പോൾ എനിക്ക് ഒരുപാട് മാജിക് ഇനിയും ചെയ്യാൻ പറ്റും. എനിക്ക് ഇനിയും ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തോന്നുന്നു. ആ മാജിക് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി ശ്രീ സുരേഷ് പിള്ള, ഇത്രയധികം സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചത്. താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു.